കായംകുളം ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീർകുട്ടി ഉദ്ഘാടനം ചെയ്തു. കായംകുളം ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടത്തി. ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് ബഷീർകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിഷേധ സംഗമങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കായംകുളത്തും ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഘവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ജനങ്ങളുടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന, ജനജീവിതം പാടെ തകർക്കുന്ന ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിനോട് ഈ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെക്കുറിച്ച് മുസ്ലിം ലീഗ് വിശദീകരിക്കേണ്ടതില്ല. ഓരോ ദിവസവും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ ഗവൺമെന്റിനെ കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 6 തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുകയുണ്ടായി. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കി മുന്നോട്ട് പോകുകയാണ്. ജനങ്ങൾക്കെതിരെ, ജനങ്ങളുടെ അടിസ്ഥാന കാര്യങ്ങൾക്ക് പലപ്പോഴും പല ഗവൺമെന്റുകളും തെറ്റായ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മുന്നേറിയിട്ടുള്ള ഡിവൈഎഫ്ഐക്കാരെയോ CPM-കാരെയോ ഇന്ന് കേരളത്തിലെ നിരത്തുകളിൽ കാണുന്നില്ല. ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് UA റഷീദ് അധ്യക്ഷനായി. ഓരോ ദിവസവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ വൈദ്യുതി ചാർജ് വർധനവെന്ന ഇരുട്ടടി ജനങ്ങളുടെ ലക്ഷ്യത്തേക്ക് വീണ്ടും അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഓരോ തവണയും ചെറിയ തോതിൽ വർദ്ധിപ്പിച്ച് വൈദ്യുതി ചാർജ് അടയ്ക്കാൻ കഴിയാത്ത തരത്തിൽ സാധാരണക്കാരുടെ നിത്യജീവിതം ദുരിതപൂർണമാക്കുന്ന തരത്തിലേക്ക് വൈദ്യുതി ചാർജ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം സാധാരണക്കാരന് ഇരുട്ടടി തന്നെ സമ്മാനിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 9,000-ത്തിലധികം എയ്ഡഡ് അധ്യാപകരുടെ നിയമനം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 4 വർഷവും 5 വർഷവും സർക്കാർ സർവീസ് എയ്ഡഡ് മേഖലയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം പോലും ഇല്ലാതെ അവരുടെ നിയമനം തടഞ്ഞു വെച്ചിരിക്കുന്നു. ഓപ്പൺ വേക്കൻസിയിൽ നിയമനം കിട്ടിയ ആളുകൾക്ക് പോലും ശമ്പളം കിട്ടാൻ കഴിയാത്ത ദയനീയമായ സ്ഥിതി ഉണ്ടാകുന്നു. ആരോഗ്യ മേഖലയിൽ നിരന്തരം ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം നിരവധി ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആശുപത്രികളിൽ മരുന്നില്ലാത്ത സ്ഥിതി, അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ അവതാളത്തിലായി. പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആകമാനം സർക്കാർ നൽകിക്കൊണ്ടിരുന്ന ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചു. പദ്ധതി മാർച്ച് ആകാറായെങ്കിലും പദ്ധതിയുടെ പകുതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത വിധം പദ്ധതി പണം വെട്ടിച്ചുരുക്കിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങളെ ആകെ അവതാളത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയം ധൂർത്തും അഴിമതിയും വ്യാപകമായിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. സെക്രട്ടറി അബ്ദുൾ സലാം വൈക്കത്ത് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കൗൺസിൽ അംഗം പ്രൊഫസർ ജലാലുദ്ദീൻ, മുൻ നഗരസഭാ വൈസ് ചെയർമാൻ OA ജബ്ബാർ, ഹാമിദ് മാസ്റ്റർ, M ബഷീർ കിഴക്കേ വീട്ടിൽ, ടൗൺ ട്രഷറർ TA ഷഫീഖ്, ഷബീർ കാലിച്ചാക്കകട, B ഷിബു, കൗൺസിലർമാരായ PK അമ്പിളി, ഷൈനി ഷിബു, അൻഷാദ് വാഹിദ്, വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് സുമയ്യ, ജനറൽ സെക്രട്ടറി സുലു തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.